ഹലോ വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഞാൻ ലാസ്റ്റ് ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മട്ടൻ കറിയുടെ റെസിപ്പി. അപ്പോൾ ഇത് ഒരു പാകിസ്ഥാനി ടൈപ്പ് മട്ടൻ കറി ആട്ടോ. നമ്മൾ സാധാരണ വെക്കുന്ന ഒരു ടൈപ്പല്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മട്ടൻ കറി റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മട്ടൻ കറിയാണ്. പാകിസ്ഥാനി മട്ടൻ ഹന്തി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. മട്ടൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ പ്രഷർ കുക്കറിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഹന്തി എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ആ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ചട്ടിക്കാണ് ആ ഒരു പേര് ഹന്തി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പം ഈ ഒരു മട്ടൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, ചെറിയ ജീരകം, പട്ട എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. അതിലോട്ട് കുറച്ച് 2 സവോള, ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 സവോള നല്ല കനം കുറച്ച് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്നുകൊണ്ട് വഴറ്റി കൊടുക്കുക. ഒന്ന് കളർ മാറുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ തക്കാളി നമ്മൾ അടുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മതി, വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും നിങ്ങൾ ചേർക്കരുത്. ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലോട്ടാണ് നമ്മൾ മട്ടൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു പച്ചമണം പോയിക്കോട്ടെ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ കേട്ടോ. ഇനി നമ്മൾ 1 കിലോ മട്ടൻ നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയത് ഇതിലോട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സമാധാനത്തിന് മസാലപ്പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. ഇത് വേവുന്ന സമയത്തുണ്ടല്ലോ ഒരു മണം വരാൻ, അത് ഭയങ്കര നല്ല രസമുള്ളൊരു മണമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പിലും കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മട്ടൻ കുറച്ചുകൂടെ വേവ് വേണം, അതല്ല വെള്ളം കുറച്ചുകൂടെ വേണമെന്നാണെങ്കിൽ 1 കപ്പ് ഒഴിച്ചോളൂ കേട്ടോ. അതിൽ കൂടുതൽ ഒഴിക്കേണ്ട, ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ. അത് ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ നോക്കുകയാണെങ്കിൽ ഒരു 4-5 വിസിൽ വരുന്നവരെ മട്ടൻ്റെ വേവിനനുസരിച്ച്, മട്ടൻ ഒരു 90% വേവണം. മട്ടൻ നമ്മൾ ഇതിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് കുക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു വേവിൽ നിങ്ങൾ മട്ടൻ കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു 20-25 മിനിറ്റ് വളരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ വിസിലൊക്കെ പോകുന്നവരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രഷർ പോകുന്നവരെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ മട്ടൻ തുറക്കുന്നു. അപ്പോൾ ഇതാ മട്ടൻ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കുക്കായിരിക്കണം കേട്ടോ മട്ടനിൽ, എന്നാലും നമ്മുടെ ഈ ഒരു ഹന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, മട്ടൻ ഹന്തി അല്ലെങ്കിൽ ഹന്തി റെസിപ്പി, പാകിസ്ഥാനി ഹന്തി നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഇതിലല്ല, ഒരു കടായി പോലെ അങ്ങനത്തെ ഒരു പാത്രത്തിലാണ്, അയൺ കടായിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ആ പേര് വന്നത്. പക്ഷേ എൻ്റെ അടുത്ത് ആ പാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാറ്റമൊന്നുമില്ല, സംഭവം കിടുവാണ്. മട്ടൻ പാകിസ്ഥാനി മട്ടൻ കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നതിനോ കേട്ടോ. അപ്പോൾ ഞാനതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇന്ന് ബാക്കി ഉണ്ടാക്കുന്നത്. ഇനി ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഞാൻ കുറച്ചധികം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിൽ കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 6-7 പച്ചമുളകാണ് നമ്മൾ എരിവിന് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതും 1 കപ്പ് തൈരും. ഇത് 3ഉം കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ മുകളിൽ എണ്ണ തെളിഞ്ഞ കണ്ടില്ലേ, നമ്മൾ നേരത്തെ പാനിൽ ഒഴിച്ചു കൊടുത്തത് ചൂടാക്കി എടുക്കുന്നുണ്ട്. എണ്ണ അങ്ങനെ മുകളിൽ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു എന്താ പറയുക, ഒരു കൈപ്പിടി നിറയെ അണ്ടിപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പാണ് ഇതിൽ മെയിൻ ആ ഒരു ഫ്ലേവറും വരുന്നത്. പിന്നെ ക്രീമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അണ്ടിപ്പരിപ്പും പച്ചമുളകും അതുപോലെ തൈരും കൂടിയുള്ള ഒരു പേസ്റ്റാണ് മെയിൻ. പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും, മല്ലിപ്പൊടി 1 ടീസ്പൂണും. ഇത് 3 മസാലപ്പൊടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ 3 മസാലപ്പൊടികൾ മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒന്നിങ്ങനെ കുറുക്കിയെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇത് പെട്ടെന്ന് കുറുകിപ്പോവും. വെള്ളം ലൂസ് വേണമെന്നാണെങ്കിൽ അധികം കുറുക്കണ്ട. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുകളിൽ എണ്ണ തെളിയുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ്, ആ ഒരു എണ്ണമയം ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്, വല്ലാത്തൊരു ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് കാണുമ്പോൾ ചിലർ പറയും നമ്മുടെ മട്ടൻ കുറുമ ലുക്കൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ടേസ്റ്റ് വൈസ് അങ്ങനെയല്ല, അതിനേക്കാളും ടേസ്റ്റാണ്. ശരിക്കും പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ ഹണ്ടിയൊക്കെ കഴിച്ച് നോക്കുക. ഇപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ പറ്റാത്തവർ നിങ്ങളൊന്ന് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ജസ്റ്റ് മട്ടൻ ഹണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോഴേ നമുക്ക് ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ കേട്ടോ. മട്ടൻ ഹണ്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ചവരുണ്ടെങ്കിൽ അഭിപ്രായം പറയൂ. അപ്പോൾ അതാ മട്ടനൊക്കെ വെൽ കുക്ക്ഡ് ആവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് അതിൽ കിടന്നിട്ട് ആ മുകളിൽ എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും പച്ചമുളക് ഇങ്ങനെ നടുവേ കയറിയതും കൂടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇഞ്ചി നീളത്തിലായിരുന്നും കൂടി ചേർത്തോളൂ. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കടിക്കും നമ്മൾ കഴിക്കുമ്പോൾ, അപ്പോൾ നമുക്ക് എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മതി. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ ഹണ്ടി, അതും പാകിസ്ഥാനി സ്റ്റൈലുള്ള മട്ടൻ ഹണ്ടി. അപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ കാരണം എന്താ അറിയോ, നമ്മൾ ഉംറയ്ക്ക് പോയ സമയത്ത് അന്ന് തൊട്ടേ ഞാനിത് ഇങ്ങനെ നോക്കുന്നുണ്ട്, പല പല റെസിപ്പീസ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നമ്മൾ തൊട്ടടുത്തൊരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറേ ഫുഡുകൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനി ദാൽ കറി, അങ്ങനെ പല പല കറികളും ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നല്ല വെറൈറ്റി ഒരു ഫ്ലേവറായിരുന്നു. അപ്പം അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു കുറച്ച് പാകിസ്ഥാനി റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ടാണ്. അപ്പോൾ അതാ എണ്ണ ഇങ്ങനെ മുകളിൽ തിളഞ്ഞ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് മട്ടൻ ഹണ്ടിയുടെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെ വേണം. അതും അവർ പ്രത്യേക ഒരു കടായിലൊക്കെയാണ് നമുക്ക് സെർവ് ചെയ്യുക. ഒരു ചട്ടി, ഒരു അയൺ കടായിലാണ് നമുക്ക് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ അതിൽ കഴിക്കുമ്പോഴാണ് അതിൽ നമ്മൾ മുക്കി കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ്. നമ്മൾ പ്ലേറ്റിൽ ഒഴിക്കുന്ന പോലെയല്ല അവർ ചെയ്യുന്നത്. നമ്മൾ 2-3 ആൾക്കാർക്ക് ഒരു കടായി അതിൽ മുക്കി കഴിക്കുക. അങ്ങനെയാണ് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മട്ടനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. നിങ്ങൾ മട്ടൻ കയ്യിലുണ്ടെങ്കിൽ വേഗം പോയി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഈ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ടോ വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.